ഇന്ന് വന്നിരിക്കുന്നത് ഗൈസ് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടും കാര്യങ്ങൾ തുടങ്ങിയ സുഹൃത്തുക്കളെ. അപ്പം നമ്മൾ ഇന്ന് കളിക്കാനായിട്ട് പോകുന്നത് നമ്മളെ ബുള്ളി കളിക്കാൻ. ഓക്കെ, നമ്മൾ ഇന്ന് കളിക്കാനായിട്ട് പോകുന്നത് നമുക്ക് നേരെ ബുള്ളിയിലോട്ട് കടക്കാൻ കഴിയും. നമ്മൾ ബുള്ളി സ്റ്റോറി മോഡാണ് കളിക്കാൻ പോകണം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു പോയി ഗൈസ്, എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം ഗൈസ്. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, എല്ലാവരും എൻ്റെ ഇൻസ്റ്റാഗ്രാം പോയി ചെക്കൗട്ട് ചെയ്യണം. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേര് ASK കിങ് ഓഫ് ഗെയിം എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കടക്കാം. അപ്പോൾ ഗൈസ്, ഓക്കെ, നമ്മൾ അങ്ങനെ പുള്ളിയിലോട്ട് കടന്നിരിക്കുകയാണ്. അപ്പം എനിക്കൊരു കഥ പറയാനുണ്ട് ഗൈസ്. അത് പറഞ്ഞിട്ട് കാര്യങ്ങളിലോട്ട് കടക്കാം. എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മളായിരുന്ന ഒരു ദിവസം ഇങ്ങനെ നടന്നും കരങ്ങുവാണെങ്കിൽ പോയായിരുന്നു ഗൈസ്. നമ്മളവിടെ റിച്ച് കിഡ്സ് ഉണ്ടായിരുന്നു. റിച്ച് കിഡ്സ് നമ്മളെ ടീമായിരുന്നു. ആയിരുന്നല്ല ആണ്. പക്ഷേ ഇപ്പം നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഡ്രസ്സൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് റിച്ച് കിഡ്സിൻ്റെ. അതെന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ റിച്ച് കിഡ്സ് ആയിരുന്ന ഒരു ദിവസം നമ്മൾ റിച്ച് കിഡ്സ് കൂടെ നടന്നു പോയ സമയത്ത് ഈ റിച്ച് കിഡ്സ് ആയിരുന്നു നമ്മളൊന്ന് അടിച്ച് കഴിച്ചു. ഓക്കെ, അടിച്ച ആ സമയത്ത് ഞാൻ നേരെ ചോദിച്ചു, എന്തിനാ റിച്ച് കിഡ്സ് എന്നെ അടിച്ചിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ തലമണ്ടയ്ക്ക് അടിച്ച് എൻ്റെ ബോധം കെടുത്തി ഗൈസ്. ആ സമയത്ത് എന്നെ റിച്ച് കിഡ്സിൻ്റെ ഒരു സ്ഥലമുണ്ട്, അവിടെ എന്നെ കൊണ്ടുപോയി കിടത്തിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, എടാ ഒരു ബോക്സിങ് സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് നീ വരണം. അത് നമ്മൾ ബുക്ക് ചെയ്ത ഒരാളുടെ അടുത്ത് വെച്ചിട്ടുണ്ട്, അവനാണ് ദാ ഈ ഇരിക്കുന്നത്. അവൻ്റെ അടുത്ത് നീ പോയി ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു ഗൈസ്. ഓക്കെ, അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എടാ നിനക്കൊക്കെ ഞാൻ ആ ബോക്സിങ് സ്ഥലത്ത് വെച്ച് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഗൈസ്. ഇനി നമ്മൾ ആ ബോക്സിങ് സ്ഥലത്തിലുള്ള ഈ ആളുടെ അടുത്ത് നമുക്ക് സംസാരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ. ആ പുള്ളിയുടെ ആളൊന്നും അടിക്കുന്നു ഗൈസ്. ആ റിച്ച് കിഡ്സ് വന്ന് അടിച്ചപ്പോൾ ബോഡി ഗാർഡ് ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഭാഗ്യ ഗൈസ്, അവിടെ ഒരു പോലീസ് ഉണ്ടായിരുന്നു. ബോഡി ഗാർഡല്ല, പോലീസ്. എടോ പോലീസിനെ അടിക്കുന്നതാണോ കള്ളോ ഗൈസ്? അവൻ പോലീസിനെ അടിച്ചിട്ട് പോകണ്ട ഗൈസ്. അപ്പോൾ ഇനി പ്രശ്നമല്ല, നമുക്ക് നേരെ അവൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് നമ്മളെ റിച്ച് കിഡ്സിനെ അടിക്കാൻ പോവാം. അത് അവൻ്റെ അടുത്ത് നമുക്ക് സംസാരിച്ചിട്ട് ഇനി നമ്മളെ റിച്ച് കിഡ്സിനെ അടിക്കാം ഗൈസ്. അടിച്ചിട്ട് പണ്ടാരം അടക്കാം ഗൈസ്. ഓക്കെ, അതാണ് നമ്മളെ പരിപാടി. നിങ്ങൾ പറഞ്ഞല്ലോ, മനസ്സിലായോ? ഓക്കെ, അത് നിങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ പോവാം ഗൈസ്. ഓക്കെ, നമ്മളെ റിച്ച് കിഡ്സിനെ അടിക്കാനായിട്ട് നമ്മളെ ആളുടെ അടുത്ത് ഇതാക്കാം ഗൈസ്. ഓക്കെ, നമ്മൾ തന്നെ എന്തിനാണ് റിച്ച് കിഡ്സിന് വേണ്ടി പണി ചെയ്യുന്നത്? പിന്നെ ഈ റിച്ച് കിഡ്സിന് വേണ്ടി പണിയായിട്ടും പിന്നെ ഞാൻ എന്തിനാണ് പണി ചെയ്യുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അവരെ കൊല്ലണ്ടേ കേസ്, അടിച്ച് കൊല്ലണ്ടേ, അതിന് വേണ്ടി മാത്രമാണ്. ഇവിടെ രാത്രി ആയിട്ടുണ്ട്, നമുക്ക് വേറെ കടക്കാം കേസ്. മറ്റവൻ്റെ അടുത്ത് പോയി സംസാരിക്കാം. എടാ റിച്ച് കിഡ്സിൻ്റെ മറ്റേ കാര്യം ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ? ആടാ റിച്ച് കിഡ്സ് തന്നെയാടാ എന്നെ പറഞ്ഞു വിട്ടത്. ആ തന്നടാ, റിച്ച് കിഡ്സ് തന്നെയല്ലേ നിന്നെ പറഞ്ഞു വിട്ട. അവന്മാരെ നീ എന്തായാലും അടിച്ച് തോൽപ്പിക്കണം കേട്ടാടാ. അവന്മാരെ ഉറപ്പായിട്ട് നീ അടിച്ച് തോൽപ്പിക്കണം, അല്ലെങ്കിൽ നടക്കൂല. നമ്മള് എല്ലാരും പെട്ടുപോടാ. തന്നെടാ, അതിലെന്തായാലും നമുക്ക് അടിക്കണം. തന്നെടാ നമുക്ക് ഉറപ്പായിട്ട് അടിക്കണം. പെട്ടെന്ന് വാ. ഞാൻ വരുന്നേ വാടാ. ഗായ്സ്, അവൻ വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ വാടാന്ന് കുറേ പ്രാവശ്യം വിളിച്ച്, നിങ്ങൾ കേട്ട് കാണും. പക്ഷേ അവൻ വരുന്നില്ല. നിങ്ങളെ ഞാൻ കാണാൻ വേണ്ടിയിട്ട് അവിടെ ഒരു CCTV ക്യാമറയൊക്കെ കുറേ ഉണ്ട് അവിടെ ആ ബോക്സിങ് സ്ഥലത്ത്. അപ്പം ആ ബോക്സിങ് സ്ഥലത്ത് CCTV ഉള്ളതുകൊണ്ട് നമുക്ക് ആ ബോക്സിങ് സ്ഥലത്തോട്ട് ഇതാവുമ്പോഴത്തേക്കും അവന് കാണാൻ പറ്റും. CCTV ഫൂട്ടേജ് വരി അവൻ പോകുമെന്ന് പറഞ്ഞ് CCTV ഫൂട്ടേജിൻ്റെ സ്ഥലത്തോട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കേടാ നീ CCTV ഫൂട്ടേജിൻ്റെ സ്ഥലത്തോട്ട് പൊക്കോ, ഞാൻ അവന്മാരെ അടിക്കുന്ന CCTV ഫൂട്ടേജ് വഴി കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അവൻ CCTV ഫൂട്ടേജ് വഴി എല്ലാവരും കാണും. നമുക്ക് എന്തായാലും ഗൈസ് കയറി പോവാം ഗൈസ്. ഞാൻ ഫസ്റ്റ് തന്നെ ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ടാണ്, ഒരു കൈ ഇതൊക്കെ വേണ്ട ഗൈസ്, സാധനമൊക്കെ വേണ്ട, ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. യെസ്,
കായ്സ് നിൽക്കുന്നു കായ്സ്. എന്തെടാ നിനക്ക് പ്രശ്നം? നിങ്ങളൊക്കെ എന്നെ വെല്ലുവിളിക്കാറല്ലേടാ, എന്നെ അടിച്ചിട്ട് റൂമിലോട്ടൊക്കെ ആക്കൂടാ. അത്ര ആക്കാനുണ്ടെങ്കിൽ നിനക്ക് ധൈര്യം ഉണ്ടോ? എനിക്ക് ധൈര്യം ഉണ്ടോ? അത് രീതി എന്നെ നീ അടി. റിച്ച് കിഡ്സിന്റെ ബോസിനാ എന്നെ നീ അടിച്ചാൽ ഞാൻ പറയാടാ നീ എല്ലാം വലിയ ആളാണെന്ന്. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മൾ സംസാരമൊക്കെ നടന്നിട്ട് നമ്മൾ അടിക്കാനായിട്ട് ബോക്സിങ്ങിനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് അടിച്ചിടാം. വാടാ. ഓ അടി 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 അടി. അവനെ കൊല്ലി ഗൈസ്, അവനെ കൊല്ലി. യെസ്, അവനെ കോളറി പിടിക്കാൻ പറ്റൂല. ഓക്കെ, അടി 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 പോലെ ഇവിടെ അവന്മാരിത് കൊല്ലൂടാ. അടിച്ചു വിട്ടു കൊടുക്കും ഗൈസ്. ഞാൻ അടിച്ച് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവൻ്റെ എല്ലാ ഹെൽത്തും പോയിട്ടുണ്ട്. എൻ്റെ ഹെൽത്ത് ഇവിടെ ഈ ഒരു ബാറിൽ കാണിക്കുന്നുണ്ട്, അവൻ്റെ ഹെൽത്ത് അപ്പുറത്തെ ഒരു ബാറിൽ കാണിക്കുന്നുണ്ട്. നിങ്ങളിത് കാണുക സുഹൃത്തുക്കളെ, നിങ്ങളിത് കേണുക. അയ്യോ അടിയടാ, മാറ. കുനി അടി 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 ഗൈസ്. എങ്ങനെയെങ്കിലും അടി അടി അടി. അവൻ്റെ ഹെൽത്ത് ഫുള്ള് കുറയാനായി ഗൈസ്. ടൈംസ് അപ്പ് ഗൈസ്. ഒരു ബ്രേക്ക് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ റൗണ്ട്. എൻ്റെ ഹെൽത്ത് ഇച്ചി കൂടെ കൂടിയിട്ടുണ്ട്, അവൻ്റെ ഹെൽത്ത് ഇച്ചി കൂടെ കൂടിയിട്ടുണ്ട്. അടി, അവൻ്റെ തലാണ്ടൊക്കെ പൊളന്നിട്ടുണ്ട് ഗൈസ്. എന്താന്ന് വിചാരിച്ചാൽ കണ്ട അവൻ്റെ മുഖം ഫുള്ള് ഇതായിട്ടുണ്ട്. എൻ്റെ പൊടി അടി 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 അടി. കുനി അടി 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 ഗൈസ്. പതുക്കെ അടിക്കാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നടക്കൂല. അടി അടി അടി. കുനി കറക്റ്റ് ആയില്ല ഗൈസ്, കറക്റ്റ് ആയില്ല. കുനി അടി 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 അടി. കുനി അടി 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 കുനി ഗൈസ്. അടിച്ചു വിട്ടു ഗൈസ്. പിന്നെയും ടൈംസ് അപ്പ് ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് അവനെ അടിച്ചു തീർക്കാനുള്ളതാണ്. റൗണ്ട് 3 അടിച്ചിട്ടാ. അവനെ ഫസ്റ്റ് തന്നെ അവൻ അടിക്കുമെന്ന് എനിക്കറിയാം ഗൈസ്. ഉറപ്പായിട്ട് നമ്മൾ ഈ റൗണ്ടിൽ ബുച്ചൂനെ അല്ല ചെറുക്കനെ തീർക്കും ഗൈസ്. ഈ റിച്ച് കിഡ്സിൻ്റെ ബോസിനാ ഇവനാണ് ഗൈസ്. റിച്ച് കിഡ്സിൻ്റെ ബോസ് ഞാൻ പൊന്നു പോലെ എല്ലാം ഇത് അടിച്ച് തീർക്കൂടാ കള്ള റിച്ച് കിഡ്സേ. അയ്യോ എടാ, നീ ഇട്ട് അടിക്കാറാടാ, ഞാൻ അതിൻ്റെ വെച്ചിട്ടുണ്ടാ. അവൻ തീർന്നടാ. അവൻ തീർന്നു ഗൈസ്. അവനെ നമ്മൾ നോക്കൗട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഞങ്ങളങ്ങനെ നോക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം എങ്ങനെയുണ്ടാ പോലെ? ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം വരത്തില്ല ഞാൻ ആരാണത്. പോലെ എങ്ങനെയുണ്ട്? കിട്ടിയാടാ, എല്ലാവർക്കും കിട്ടിയ. ഇപ്പം ആരാണ് ഈ നാടിലെ ബോസ് ഒന്ന് പിടികിട്ടിയ അവനെ അടിച്ചടിച്ച് ഇനിയും തീർക്കണം. ഇനിയും എല്ലാവരും കണ്ടാടാ അടിച്ചിട്ടുന്ന. ഇവൻ അങ്ങനെ പ്രശ്നമോടെ ഇവരിങ്ങനെ കാണിച്ച് കണ്ടോ. നമ്മളെ ബോസിനെ അടിച്ചിട്ട് നീ നമ്മളെ ബോസിനെ അടിച്ചിട്ടാ. എടാ, ഈ ബോസ് കൊള്ളൂല എന്നാണ് തോന്നുന്നത്. ഇനിയിപ്പം എനിക്ക് കളി നടക്കുള്ളൂ. റിച്ച് കിഡ്സിന്റെ നേതാവ് എനിക്ക് മാത്രമേ കളി നടക്കൂ. എടാ, നീയൊക്കെ പൊട്ടൻ. എൻ്റെ പൊന്നു പോലെടാ. എത്ര ഇവനാ ഈ കൊച്ചിറങ്ങനാ മറ്റവനടിച്ച ഗൈസ്. അല്ല, അവനെ എല്ലാത്തിനും അടിക്കണോളാ. എല്ലാത്തിനും അടിക്കണം ഗൈസ്. ആ റിച്ച് കിഡ്സ് എന്തൊക്കെ പറയാനുണ്ട്. എല്ലാ അണത്തിനും അടിക്കണമെന്ന്. ഓക്കെ ഗൈസ്, എന്തെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇനി എൻ്റെ ടീമിലുള്ള എല്ലാ അണത്തിനും അടിക്കാനാണ് അവൻ്റെ പ്ലാൻ. എൻ്റെ ടീമിൻ്റെ പേര് അറിയാമല്ലോ, ജിമ്മി എന്ന് തന്നെയാണ് എൻ്റെ ടീമിൻ്റെ പേര്. ജിമ്മി ASK കിങ് ഓഫ് ഗെയിം, അങ്ങനെയാണ് എൻ്റെ ടീമിൻ്റെ പേര്. അപ്പോൾ ഇവന്മാരെ എല്ലായിടത്തിനും നമുക്ക് അടിച്ചു തീർക്കാം ഗൈസ്. അല്ല നടക്കൂല. ഇവന്മാരെല്ലാം കൂടെ നമ്മൾ മറ്റവൻ അടിച്ചതിന് എതിരാളിയായിട്ട് പറയാനുള്ള പ്ലാന്. ഓക്കെ, നമുക്ക് നേരെ അയ്യോ ഗൈസ്, ഞാൻ സ്കേറ്റിംഗ് ബോർഡ് എടുത്തോണ്ട് ഷോ ഒക്കെ കളിച്ചാണ് അടിയുന്നത്. ഈ മണ്ടേ കുറച്ച് ആൾക്കാരുണ്ട്. മണ്ടയിലുള്ള ആൾക്കാരെ നമുക്ക് അടിച്ചു തീർക്കണം. വാടാ ഗൈസ്. ഇതാണ് നമ്മളെ ഈ റിച്ച് കിഡ്സിൻ്റെ 3rd ബോസ്. സെക്കൻഡ് ബോസ് എൻ്റെ അകത്തുണ്ട് ഗൈസ്. അവനുമായിട്ട് സെക്കൻഡ് ബോസ് ഫൈറ്റ് ഉണ്ട്. ഓക്കെ, അവനെ നമ്മൾ തീർത്തിട്ടുണ്ട്. ഇവനെ നമ്മൾ തീർത്തിട്ടുണ്ട്. ഇവൻ 3rd ബോസാണ് ഗൈസ്. ഇവൻ നമ്മൾ തീർത്ത്. ഇനി അടുത്ത സെക്കൻഡ് ബോസ്, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫൈറ്റ് ബ്രോ. എന്നെ അടിക്കാനത് ഇവിടെ എത്തിയാടാ, കോഫി ഷോപ്പിൽ എത്തിയാടാ എന്നെ അടിക്കാൻ. ഞാൻ എത്തിയോളാം. എന്ത് ഗൈസ്, ഡെർബി എന്നാണ് പേര്. ഓക്കെ,
ഡെർബി, അയ്യോ ഡെർബിയുടെ ഗാർഡ്സ് വന്നടാ. ഡെർബി, കള്ള ഡെർബി. ഓക്കെ ഗൈസ്, ഡെർബിക്ക് ഗാർഡ്സ് ഒക്കെ ഉണ്ട്. അടി 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 അടിച്ചുവിട് അടിച്ചുവിട്, അടി 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 അടിപ്പിക്കാമെന്നല്ലേ അവനും മേടിച്ചു കൂടാ, മനസ്സിലായോ? അടി 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 വിട്ടാമെന്നല്ലേ അയ്യോ കള്ളടാ. നമ്മളെ സത്യത്തിൽ അവന് പേടിയുണ്ട് ഗൈസ്, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ഇരിക്കുന്ന. കള്ള ഇറങ്ങി വാടാ, ഇറങ്ങി വായോ ബാക്കി നാള്. അടി 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 വിട്ടാമെന്നല്ലേ. അട് വാ വാ ഇറങ്ങ്. ഇവന്റെ ഗാർഡ്സ് വരുമ്പോഴേ ഇവൻ ഇറങ്ങുമോ ഗൈസ്, അതാണ് അവന്റെ പ്രോബ്ലം. ഓ ഇവന്റെ ഗാർഡ്സിനെ അടിച്ചു തീർക്കുമ്പോഴത്തേക്ക് ഇവൻ അകത്ത് കയറി പോകും. അതുകൊണ്ട് നമുക്ക് ഇവനെ ഫസ്റ്റ് അടിച്ചു തീർന്നിട്ട് ഇവന്റെ ഗാർഡിനെ അടിക്കാം. നടക്കൂല. മനസ്സിലായോ? ഒറ്റക്കൊറ്റയ്ക്ക് വാടാ, ഒറ്റക്കൊറ്റയ്ക്ക് വാങ്ങണമെങ്കിൽ ഇതിന്റെ ഗാർഡിനെ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എന്റെ ഉണക്ക ഗാർഡ്, എന്റെ പൊന്നു എന്നെ അടിച്ചിട്ട് അടി 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 വിട്ടാമെന്നല്ലേ. ഇതോ പിന്നെയും പോയി കയറിയടാ കള്ളൻ. അവനെ പകുതി ഹെൽത്ത് ആയപ്പോഴാണ് അവൻ പോയി കയറിയത്. ഇനി അടുത്ത ഗാർഡ് വരുന്നാണ്ട് ഇവിടെ തുറന്നതാണ്ടേ ഒന്ന്. ഇനി ഈ ഗാർഡിനെ അടിച്ചു തീർക്കുമ്പോൾ മറ്റേ പിന്നെയും വരും. ഓ മോളെ അടിച്ചോട് അടിച്ചോട്. ഓ എല്ലാം നടക്കൂല കൈസ്. എനിക്ക് മറ്റവൻ്റെ അടുത്ത് പോയി പറയണ്ടേനു. അയ്യോ ഇവൻ ഇറങ്ങിയാടാ, ഇവൻ ഇറങ്ങി. എല്ലാം കൂടെ ഒറ്റക്കൊറ്റയ്ക്ക് വാടാ, ഒറ്റക്കൊറ്റയ്ക്ക് വാടാ, ഒറ്റക്കൊറ്റയ്ക്ക് വാടാ. തീരുവടാ, ഞാനിപ്പോ തീരുവടാ. ഒറ്റക്കൊറ്റയ്ക്ക് വാടാ, ഒറ്റക്കൊറ്റയ്ക്ക് വാടാ, ഒറ്റക്കൊറ്റയ്ക്ക് വാടാ, ഒറ്റക്കൊറ്റയ്ക്ക് വാടാ, ഒറ്റക്കൊറ്റയ്ക്ക് വാടാ. എല്ലാം അടിച്ച് പൊട്ടിക്കടാ. ഒറ്റക്കൊറ്റയ്ക്ക് വാടാ, ഒറ്റക്കൊറ്റയ്ക്ക് വാടാ, ഒറ്റക്കൊറ്റയ്ക്ക് വാടാ. അവനെ തീർന്ന്, അവൻ തീർന്ന്, അവൻ തീർന്ന്, അവൻ തീർന്ന്. ഇവനെയും കൂടെ അടിച്ചാൽ ഗൈസ് അവനെയും കൂടെ അടിച്ച് തീർത്തിട്ടുണ്ട്. ഇനി ആൾക്കാരുണ്ടാടാ, നമ്മളെ ചത്തിറങ്ങുന്നുണ്ട. ആ ഇപ്പൊ എങ്ങനെയുണ്ട്, ഇപ്പൊ എങ്ങനെയുണ്ട് മോനെ? അങ്ങനെ തന്നെ കിടടാ, അങ്ങനെ തന്നെ കിടടാ, അങ്ങനെ തന്നെ കിട. നീയൊക്കെ അങ്ങനെ തന്നെ കിടക്കണം, അങ്ങനെ തന്നെ വേണോടാ നിനക്ക്, അങ്ങനെ തന്നെ വേണോടാ. അവള് കിട്ടി ചുമ്മാ അലമ്പുണ്ടാക്കാൻ. ഓ ഗായ്സ്, അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ സ്നോ ഒക്കെ ആയിട്ടുണ്ട്. അപ്പം സ്നോ ഒക്കെ ആയി, ഇവിടെ റെഡിയൊക്കെ ആയി ഗൈസ്. ഓക്കെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാം റെഡിയായി, നല്ലൊരു സ്ഥലമായി, നല്ല സ്ഥലം. നീ അവനൊക്കെ അടിച്ചല്ലേ അപ്പറായിരുന്നു. ഓളോ ഞാൻ അവനെ എല്ലാത്തിനും അടിച്ചിട്ട് ഇപ്പൊ മഞ്ഞോനെ വന്നു. കുറെ നാളായത് കഴിഞ്ഞു. ഓടാ കുറെ നാളായില്ലേ? കുറെ നാളായി മോനെ. ഓടാ ഇവനാരി എടോ റിച്ച് കിഡ്സ് പോയ എവിടെ അടിയുണ്ടാവുന്നു. അത് നമ്മളെന്തരി വേണം? എടോ നീക്കൊന്ന് വാടാ, നീയല്ലേടാ റിച്ച് കിഡ്സിനെയൊക്കെ അടിച്ചിട്ടാ എന്നും പറഞ്ഞ് ഞാൻ എന്തരി ചെയ്യണം? പോയി മൂക്കിലോട്ട് കയറണോ എൻ്റെ? ഓ മൂക്കിലോട്ട് കയറാം. മൂക്കിലോട്ട് ഇപ്പം കയറാം. ഓ നീ വന്നെങ്കിൽ അവിടെ റിച്ച് കിഡ്സായിട്ട് അടി. എടാ അവനെ ഒന്നും നോക്കണ്ട, അവനൊക്കെ വട്ടാണ്. റിച്ച് കിഡ്സുമായ അടി എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മക്ക് കളിക്കാടാ. പിന്നെന്തരിയാടാ ഇവന്മാരൊക്കെ പൊട്ടവാരിയല്ല, വട്ടവാരി. അയ്യേ ഇവന്മാരൊക്കെ വട്ടവാരി. ടാറ്റാടാ. അപ്പൊ ഗായ്സ്, അപ്പം നമ്മൾ അങ്ങനെ എല്ലാ എണ്ണത്തിനെയും അടിച്ചിട്ടിട്ടുണ്ട്. മറ്റേ റിച്ച് കിഡ്സിനെ എല്ലാ എണ്ണത്തിനെയും നമ്മൾ അടിച്ചിട്ടിട്ടുണ്ട്. റിച്ച് കിഡ്സിൻ്റെ യൂണിഫോം കീറി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് നമ്മൾ ഇവിടെ വെച്ച് ഗൈസ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് വിചാരിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ ബൈ പറയണേ, ബൈ. പിന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. മറന്നുപോയി ഗൈസ്, പറയാനൊക്കെ മറന്നുപോയി. ഞാൻ വെളിയിൽ പോട്ട്